ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് 72 അവറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ 3 ദിവസത്തിനുള്ളിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. സോ അതാണ് നമ്മൾ വീഡിയോ നോക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്, എന്താണ് ആ പേഴ്സൻ്റെ കറൻറ്റ് ആയിട്ടുള്ള എനർജി? 8 ഓഫ് സോർഡ്സ് ആണ്. അവർക്ക് തന്നെ റിയലൈസ്ഡ് ആയിട്ടുണ്ട്, അവർ ഒരുപാട് എന്താ പറയുക, എന്തൊക്കെയോ കാര്യങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഫൂൾ കാർഡ്, വേൾഡ് കാർഡ്, ചലഞ്ചസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി തേർഡ് പാർട്ടി ഒരു പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യമാകാം. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. അവരുടെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങൾക്ക് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻസ്. പക്ഷെ നിങ്ങളോട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ നമ്മളത് കോണ്ടാക്റ്റ് വരാനുള്ളൊരു കൈൻഡ് ഓഫ് ഒരു മാനിഫെസ്റ്റേഷൻസ് പോലെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവരിക. അവർ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതിന് മുന്നേ നിങ്ങളൊരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 3 ടൈംസ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, hold, breathe out. Breathe in, hold, breathe out. അപ്പോൾ നിങ്ങളുടെ ഒരു കാമർ എനർജിയിലേക്ക് നിങ്ങളുടെ സെൻസസും നിങ്ങളുടെ നാഡികളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അവർ തേർഡ് ഐയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ടെലിപ്പതി മെസ്സേജസ് അയക്കാം. ഒട്ടും കോൺടാക്റ്റ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, പ്ലീസ് കോൺടാക്റ്റ് മീ, എന്നോട് സംസാരിക്കൂ, എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയേണ്ട കാര്യം നിങ്ങൾ ആ പേഴ്സണോടൊരു നിമിഷം പറയുക. മനസ്സിൽ പറയുക. മൈൻഡ് കമ്മ്യൂണിക്കേഷനാണ്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എത്തുന്നതാണ്. ടെലിപ്പതി മെസ്സേജാണ്. അപ്പോൾ ടെലിപ്പതി മെസ്സേജസാണ് നിങ്ങൾ ചെയ്യുക. വേഗം ചെയ്യുക. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അതിനുശേഷം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എന്ന് പറഞ്ഞ് അവരുടെ സോളിനെ നിങ്ങൾ റിലീസ് ചെയ്യുക. അപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അവർ ഭയങ്കര 8 ഓഫ് സോർട്സ് എനർജിയിലാണ്. ഫുൾ കാർഡ്. അവർ ലൈഫിലെ ഓരോ പാഠങ്ങൾ, ലെസൺസ്, എക്സ്പീരിയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് മീൻസ് അവരുടെ ലോകം മേ ബി നിങ്ങളായിരിക്കും. അവരൊരുപാട് ലോകം കണ്ടു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു. അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങൾ എൻഡ് ആവാണ്. കണ്ടു ഒരു റീത്ത് കണ്ടില്ലേ? ഇതും ഒരു സർക്കിളാണല്ലോ. അപ്പോൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എഗെയിൻ അവിടെ ഒരു ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണുന്നത്. ആൻഡ് റൂട്ട് ചക്ര, എനിക്ക് പറയാനുള്ളത്, ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ റൂട്ട് ചക്രയും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ റൂട്ട് ചക്രയും ഒരുപാട് ഹീലിംഗ് ആവശ്യമുണ്ട്. നന്നായിട്ട് ഹീൽ ചെയ്യാം. റൂട്ട് ചക്രയുടെ ബീജമന്ത്രം ചെയ്യാം. പിന്നെ നമ്മൾ ഓടിച്ചിരുന്നിട്ട് 7 ചക്ര ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് പേര് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ 7 ചക്ര മെഡിറ്റേഷൻസ് കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ ഒരു തരം ചേഞ്ചസും ഇല്ല, ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ബ്ലോക്സ് മാറാതെയാണ്, അലൈൻമെൻറ്റിലേക്ക് വരാതെയാണ് അവർ 7 ചക്ര മെഡിറ്റേഷൻസ് എന്തോ കാര്യം നടക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലാതെ എന്ത് ഹീലിങ്സ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സോള് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു മനോഭാവത്തോട് ചെയ്യുക. അല്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും, പല ഹീലിങ്സും വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ആ ഹീലിംഗ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ബ്ലോക്സ്, നിങ്ങളൊന്നും കൂടി നിങ്ങൾ റൂട്ട് കോസ് കണ്ടുപിടിക്കുക. കണ്ടോ, ഫുൾ റൂട്ട് ആണ്, ചക്രാസാണ് കാണുന്നത്. ക്രൗൺ ചക്ര ഉണ്ട്, ഹാങ്ഡ് മാൻ ആണ്. 8 ഓഫ് സോഴ്സ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി അവർ ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഓടി വരണമെന്നാണ് ആഗ്രഹം, പക്ഷെ അത് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വരവിനൊരു ഡിലേ. എന്തുകൊണ്ടാണ് ഡിലേ വന്നത്? ബിക്കോസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ഫുൾ ന്യൂ ബിഗിനിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ 3 ഡേയ്സ് നല്ല രീതിയിൽ നിങ്ങൾ ക്ലൻസായിട്ട് നല്ല രീതിയിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ശാന്തമായിട്ടുള്ളൊരു മൊമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ടെലിപ്പത്തി മെസ്സേജസ് 3 ദിവസം ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് അയക്കുന്നതും ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിങ് വരുന്നതും, ഹായ് ഡിയർ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു കോൾ ചെയ്യുന്നത് ആ രീതിയിൽ അവർ വരുന്നതും സംസാരിക്കുന്നതും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നതുമായിട്ട് ഇമാജിൻ ചെയ്യാം. നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നടക്കുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു അഫോർമേഷൻസ് യൂസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറയാം.
ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ആദം അല്ലെങ്കിൽ എന്തോ വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു പെട്ടെന്ന് വായിൽ വന്നൊരു പേരുണ്ടോ, റീച്ച് നൗ എന്നുള്ള ഒരു അഫോർമേഷൻസ് നിങ്ങൾ ഇങ്ങനെ രാത്രി അവരോട് ടെലിപ്പതിക്കലി സംസാരിച്ചതിന് ശേഷം ആദം റീച്ച് നൗ അങ്ങനെ നിങ്ങൾക്കൊരു 21 ടൈംസോ അല്ലെങ്കിൽ 11 ടൈംസോ പറഞ്ഞു കൊടുക്കാം. ഞാനിങ്ങനെ ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തു ഇന്നലെ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു മെസ്സേജ് റിസീവ്ഡ് ആയി. ഞാനത് ലെറ്റ് ഗോ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഒരു 21 ഡേയ്സ് ചെയ്യുന്നതും നല്ലതാണ്. മേ ബി ചിലവർ ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തമ്മിൽ വലിയ തർക്കങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു ഈഗോ ഉള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും ചെയ്തു നോക്കുക, 3 ഡേയ്സ് ചെയ്ത് നോക്കുക. കൂടാതെ ആ ലാഗ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ടെലിപ്പതി മെസ്സേജസ് രാത്രി അയക്കുന്നതിന് ശേഷം നിങ്ങൾ ആദം റീച്ച് നൗ നിങ്ങൾക്ക് വേണമെങ്കിൽ 21 ടൈംസ് എഴുതാം അല്ലെങ്കിൽ 11 ടൈംസ് എഴുതാം. ഏത് നമ്പർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എത്ര പ്രാവശ്യം ചെയ്തു ആ ടൈംസിലല്ല ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അത്ര ടൈംസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും സമയം ആ ഒരു അലൈൻമെൻറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ്. സോ നമ്പറിനല്ല ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡിലാണ്. ഇപ്പോൾ ചിലവർ ചോദിക്കും ചേച്ചി ഇത്ര നമ്പറാണോ, ഇങ്ങനെ ചെയ്യാൻ പാടോ, ഇങ്ങനെ പാടില്ലേ? ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത് വിശ്വസിക്കുന്നവരെ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കൂ. എനിക്ക് ഇന്നലെ ചെയ്തിട്ട് എനിക്ക് ഇന്ന് റിസൾട്ട് ഉണ്ടായി. അപ്പോൾ 24 hours ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അത്ര പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണല്ലോ ഇന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്കത് വർക്ക്ഡ് ആയിട്ടുണ്ട്. വിത്തിൻ ഹവേഴ്സിനുള്ള ഐ ഗോട്ട് മെസ്സേജ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതൊരു മാനിഫെസ്റ്റേഷൻസ് വീഡിയോ ആയിട്ട് നടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 72 ഹവറാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഇതിൽ കാണുന്നവർ പല എനർജീസ് ആയിരിക്കും. ആദ്യമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാത്തവരുണ്ടായിരിക്കും, കുറേ നാളായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, രണ്ടിൻ്റെ മിഡിലിൽ കിടക്കുന്നുണ്ടവരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു 3 ദിവസത്തിൻ്റെ അഫോർമേഷൻസ് പെട്ടെന്ന് ചിലപ്പോൾ വൈബ്രേഷൻസ് വളരെ ലോ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത് ഒന്ന് ലാഗ് ആവാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് 3 days 72 ഹവറിൻ്റെ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോൺടാക്റ്റെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി കൂടി വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുക. കൂടെ ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അതെപ്പോൾ നടക്കും, വന്നില്ലല്ലോ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കാതെ കംപ്ലീറ്റ് ഓക്കെ ഞാൻ ചെയ്തു, ലെറ്റ് ഇറ്റ് കം, അതിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോയിലാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അതുപോലെ സബ് കോൺഷ്യസ് ലെവൽ 1 ലെവൽ 2 ഹീലിങ്സ് ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് സ്ലോട്ട്സ് ആണ്. ഞാൻ 10 പേര് 10 20 മാക്സിമം 20 പേര് ഉണ്ടെങ്കിൽ സൂം ക്ലാസ്സസ് ആയിട്ട് എടുക്കാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ 1-to-1 സെഷൻസ് പോലെ ആയിരിക്കും ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ആദ്യം ഒട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹീലിങ്സ് മാനിഫെസ്റ്റേഷൻസ് അറിയാത്തവരാണ് നിങ്ങൾ ലെവൽ 1 എന്തായാലും ചെയ്യണം കേട്ടോ. കാരണം അതാണ് ബേസ് ലെവൽ. ആ ബേസ് സെറ്റ് ആയാലാണ് നെക്സ്റ്റ് ലെവൽ 2ലേക്ക് കയറാൻ സാധിക്കും. ലെവൽ 2 ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് പറയാനേ നേരമുണ്ടാവുള്ളൂ. പിന്നെ സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ട്. ഓക്കെ, സബ് കോൺഷ്യസ് ഹീലിങ്ങിൻ്റെ തന്നെയാണ് ലെവൽ 1 ലെവൽ 2 ആയി ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസ്റ്റൻ്റ് ആയിട്ട് ആർക്കെങ്കിലും വല്ല ഹെൽത്ത് കണ്ടീഷൻസോ മണി ബ്ലോക്കേജസോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ഹീൽ ചെയ്ത് കൊടുക്കുന്നത് 7 ഡേയ്സിൻ്റെയാണ്. അതും പെയ്ഡാണ്. ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന സോൾ പർപ്പസ്. നിങ്ങൾക്ക് എൻ്റെ എനർജിയുമായി ടാപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആരും നിർബന്ധിക്കുന്നില്ല. അതുപോലെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ റീഡിങ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. എനിക്ക് മുന്നേ റീഡിങ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഓറ അനുസരിച്ചിട്ട് എനിക്കപ്പോൾ ഇൻറ്റ്യൂട്ടീവിൽ തോന്നും അവർക്ക് ഇപ്പോൾ റീഡ് ചെയ്യേണ്ട ഒരു 24 hour കഴിഞ്ഞിട്ട് മതി. കാരണം അവരുടെ ആ ഒരു എനർജി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല, പക്ഷേ എനർജി റീഡർക്ക് അത് അറിയാൻ സാധിക്കും. അപ്പോൾ ധൃതി കാണിക്കരുത്. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ പോലും നിങ്ങളുടെ എമൗണ്ട് അവിടെ എടുക്കും. അത് ഒരിക്കലും പറ്റിക്കപ്പെടുമൊന്നും ചിന്തിക്കണം. നോ ചീറ്റിംഗ്. കാരണം അതൊക്കെ ഒരു കർമ്മയാണ്. കർമ്മയെക്കുറിച്ച് ഡീപ്പറായിട്ട് അറിയാം. ആരും വേദനിപ്പിക്കാനോ പറ്റിക്കാനോ പോവില്ല. ബിക്കോസ് ഒരു ഹീലറാണ്, ഡിവൈൻ ഫെമിനിൻ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.